എൻ്റെ പേര് ദീപ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് ശ്രീകാര്യം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ശരിക്കും ഒരു ടീച്ചറാണ്. പക്ഷേ വീട്ടിലെ ചില സാഹചര്യങ്ങൾ കാരണം ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നില്ല. അപ്പം വീട്ടിൽ നിറയെ കുട്ടികളെ ട്യൂഷനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ശരിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താ പറയുക, ദൈവം വിട്ടതുപോലെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആയിരുന്ന ഒരു സമയത്താണ് എനിക്ക് ഈ അഭിലാഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ എൻ്റെ അനിയൻ്റെ ഒരു പേഷ്യൻ്റായിട്ട് വന്ന ഒരു ആൻറ്റി അവർ മുഖാന്തരമാണ് പരിചയപ്പെട്ടത്. പക്ഷേ ശരിക്കും കൊറോണയുടെ ആ ഒരു സമയത്ത് ഇങ്ങനെ വെളിയിലിറങ്ങാതെ വെയിൽ കൊള്ളാതെ അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ഇതിൽ വീട്ടിലിങ്ങനെ അടച്ചിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ അങ്ങേയറ്റം ഞാനിങ്ങനെ എനിക്ക് എല്ലിന് ബലം പോലും ഇല്ലാത്തതുപോലെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ 2-3 തവണ ഞാൻ വീണു. അങ്ങനെ എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ എൻ്റെ കഴുത്തിൻ്റെ പുറകിൽ ഭയങ്കരമായിട്ട് സ്വെല്ലിങ്, വേദന, അങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്ന സമയത്താണ് ഈ സാറിനെ പരിചയപ്പെട്ടത്. അപ്പം ഞാനിങ്ങനെ എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യം ചെയ്യൂ, ഞാൻ ഇങ്ങനെ ദൂരെയാണ് ഇരിക്കുന്നത് എങ്കിൽ പോലും, അപ്പോൾ സാറ് ബാംഗ്ലൂരായിരുന്നു. അപ്പം എങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഒരു ഫുൾ സൈസ് ഫോട്ടോയും പിന്നെ ഈ പറയുന്ന സ്വെല്ലിങ്ങിൻ്റെ അവിടുത്തെ ഒരു ഫോട്ടോയോ അങ്ങനെയൊക്കെ ഒന്ന് അയച്ചു തരൂ എന്നും പറഞ്ഞ് ഞാൻ അയച്ചു കൊടുത്തപ്പോഴത്തേക്കും ഞാൻ ഒരിക്കലും മനസ്സിൽ ചിന്തിച്ചിരുന്നില്ല എനിക്ക് വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് സംഭവിച്ച ഒരവസ്ഥയാണ് ഇതെന്നുള്ളത്. ഞാൻ വിചാരിച്ചു എനിക്കെന്തോ അങ്ങേയറ്റം മാരക രോഗം എന്തോ ആണ്, എനിക്കിനി ഇതിൽ നിന്ന് റിക്കവറി ഇല്ല, അങ്ങനത്തെ ഒരു ലെവലിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണെന്നും അതും വേറെ മരുന്നുകളോ ഒന്നും എടുക്കാതെ തന്നെ ആഹാരങ്ങളിലൂടെ തന്നെ നമുക്കിതൊക്കെ മാറ്റാൻ പറ്റുമെന്നും പിന്നെ കുറച്ച് വെയിൽ കൊള്ളേണ്ട ആവശ്യകതയും അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് അതിനനുസരിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്തെടുത്തപ്പോൾ ശരിക്കും എന്ത് അത്ഭുതമാണെന്നറിയത്തില്ല, അത്രയും നല്ല രീതിയിൽ എനിക്ക് പെട്ടെന്ന് റിക്കവറി കിട്ടി എന്നുള്ളതാണ്. അപ്പം ഇതേ സമയത്ത് തന്നെ എൻ്റെ മകനാണെങ്കിൽ ആ കുട്ടിക്ക് അപ്പോൾ മോൻ ശരിക്കും 11ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലത്തെ ആ സമയത്ത് കൊറോണ വന്നു. അപ്പം കൊറോണയുടെ സമയം ആയതുകൊണ്ട് പരീക്ഷ എഴുതാനായിട്ട് പരീക്ഷയൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് വീട്ടിലിരുന്ന് തന്നെ കുട്ടികളെ കൊണ്ട് ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ട് അങ്ങനെ ആയിരുന്നു. അപ്പോൾ മോനാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ റെക്കോർഡ് എഴുത്തും അങ്ങനത്തെ പല ഇതും ചെയ്തതിൻ്റെ ഇടയിൽ അവൻ ഒരു ദിവസം രാത്രി ഒരുപാട് ഇങ്ങനെ വൈകിയിരുന്ന് റെക്കോർഡ് എഴുതിയിട്ട് കിടന്നപ്പോഴത്തേക്കും അവൻ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് യൂറിൻ പാസ് ചെയ്തപ്പോഴത്തേക്കും ബ്ലഡ് വരുന്നു എന്ന്. അപ്പോൾ ആകെ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. ആകെ ഉള്ള ഒരു മകൻ, ആ കുട്ടിക്ക് ഇങ്ങനെ എന്താണ് ഇനി, ദൈവമേ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിന്നപ്പോഴത്തേക്കും നമ്മളിവിടെ നിറയെ ഡോക്ടേഴ്സിനെ പോയി കണ്ടു. അപ്പം അവരൊക്കെ പല 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 പ്രശ്നങ്ങളാണ് ഓരോ തവണയും പറയുന്നതെന്നുള്ളതാണ്. അപ്പം അവർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു, കാര്യങ്ങളെല്ലാം ചെയ്തെടുത്തു. നമ്മൾ എന്തൊക്കെ ചെയ്തെടുത്തിട്ടും അവർക്ക് കറക്റ്റായിട്ട് എന്താണ് കുട്ടിയുടെ പ്രശ്നം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. അവസാനം ഓപ്പറേഷൻ വേണം എന്നടക്കം അവർ പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നിന്ന ഒരു സമയത്താണ് ഈ സാറിനെ പരിചയപ്പെട്ടത്. അപ്പോൾ സാറിൻ്റെ അടുത്ത് മോൻ്റെ ഒരു അവസ്ഥ പറഞ്ഞപ്പോഴും സാറ് അത് പേടിക്കേണ്ട കാര്യമില്ല, അതൊക്കെ ശരിയാകും എന്നും പറഞ്ഞ് നമുക്ക് കോൺഫിഡൻസ് തന്ന് നമ്മളെ കൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ മോനെ സംബന്ധിച്ച് ഇത് അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുടെ ഒരു കുഴപ്പമാണല്ലോ വെളിയിൽ നിന്നുള്ള ഫുഡുകൾ കൂടുതൽ കഴിക്കുക, ബേക്കറി ഫുഡുകൾ കഴിക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പം അവർ ശരിക്കും എന്താ പറയുക, അവർക്ക് അതിലൊക്കെ ടേസ്റ്റ് നോക്കി ജീവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സാർ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് അനുസരിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നെങ്കിലും, പക്ഷേ എനിക്ക് ആരോഗ്യം ശരിയാകണം, എനിക്ക് നല്ല രീതിയിൽ ഇനി ക്ലാസ്സിൽ പോകാൻ പറ്റണം എന്നൊക്കെ ഉള്ള ചിന്തയിൽ കുറേയൊക്കെ അനുസരിച്ചു. ഒരു പകുതി അനുസരിച്ചു എന്ന് പറയുന്നതായിരിക്കും സത്യം. എങ്കിൽ പോലും ശരിക്കും അതിൽ നിന്നെല്ലാം റിക്കവറി കിട്ടി. മോന് ഒരുപാട്
എന്താ പറയുക, ആരോഗ്യം നല്ല രീതിയിലേക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിച്ചു. മോനോടാണെങ്കിലും വെയിലൊക്കെ കൊള്ളാനും അതേപോലെ ഇങ്ങനെ ഡയറ്റിലെല്ലാം വ്യത്യാസങ്ങൾ വരുത്താനും ഒക്കെ സാറ് സംസാരിച്ച് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ശരിക്കും അന്ന് ആ ഒരു കൊറോണയായിട്ട് ലോകം മുഴുവൻ ഇങ്ങനെ അടച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ ലോക്ക്ഡൗൺ സമയത്ത് ഇങ്ങനെ സാറിനെ പോലെ ഉള്ള ഒരാളുടെ ഹെൽപ്പ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം വളരെ പെട്ടുപോയേനെ. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ആൾക്ക് ഫിസ്റ്റുല എന്ന് പറഞ്ഞ രോഗം ഉണ്ടായിരുന്നു. അത് ആൾ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി അങ്ങനത്തെ നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ കഴിഞ്ഞ് അങ്ങനെ വരുമ്പോഴത്തേക്കും ആളെ സംബന്ധിച്ച് അത് ഇരുന്ന് തന്നെയുള്ള ജോലികൾ കണ്ടമാനം അങ്ങനത്തെ വന്ന അവസ്ഥയിൽ വരുന്ന രോഗമാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. എനിക്കറിയില്ല അതിനെക്കുറിച്ച് കൂടുതൽ. പക്ഷേ എന്തായാലും ആൾ സാറിനെ പരിചയപ്പെട്ട് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേപോലെ ആൾക്ക് ബട്ടക്സിൽ കുരു പോലെ വന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും സാറ് തന്നെ പറഞ്ഞു തന്നു ഇങ്ങനെ എന്ത് ചെയ്യണമെന്നൊക്കെ ഉള്ളത്. അതിനനുസരിച്ച് ഫുഡിലും വ്യത്യാസങ്ങൾ വരുത്താനായിട്ടൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അതൊക്കെ ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് ആൾക്കും അതെല്ലാം പെട്ടെന്ന് വ്യത്യാസം സംഭവിച്ചു. അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും സാറ് പറഞ്ഞതനുസരിച്ച് ആഹാരത്തിലെല്ലാം നിയന്ത്രണങ്ങളൊക്കെ വരുത്തി അങ്ങനെ കുറച്ചും കൂടെ ഹെൽത്തി ആയി എന്ന് പറയുന്നതായിരിക്കും സത്യം. അപ്പം ഇതിൻ്റെ ഇടയിലാണെങ്കിൽ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് എന്ന് കേട്ടിട്ട് എൻ്റെ ചില ബന്ധുക്കളാണെങ്കിലും സാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്വീകരിച്ചായിരുന്നു. എൻ്റെ ചില ഫ്രണ്ട്സും അതേപോലെ തന്നെ സാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്വീകരിച്ചു. അങ്ങനെ അവരൊക്കെ ശരിക്കും ഒരുപാട് ഹാപ്പിയായി. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അപ്പച്ചി, അവർക്ക് അങ്ങേ അറ്റത്തെ ഡയബറ്റിക്, അവർ ഇൻസുലിൻ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. പിന്നെ അവർ ഇൻസുലിനൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് സാറ് പറയുന്നതിനനുസരിച്ച് ഫുഡൊക്കെ നിയന്ത്രിച്ച് അങ്ങനെ നിന്നപ്പോഴത്തേക്കും അവർക്ക് അത്രയും ചേഞ്ച് സംഭവിച്ചു. ശരിക്കും സാറിനെ ഞങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. അത്രത്തോളം ഉപകാരങ്ങളാണ് സാറ് ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ളത്. ആരോഗ്യപരമായിട്ട് ശരിക്കും സാറ് പറയുന്ന കാര്യങ്ങൾ ആദ്യം കേൾക്കുമ്പോൾ അയ്യോ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വരുമോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ശരിക്കും അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഭാവിയിൽ കാര്യങ്ങൾ വന്നെടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അത്ര വ്യത്യാസങ്ങളാണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുക. അതൊക്കെ അത്രയും അനുഭവത്തിലൂടെ ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ എങ്ങനെ ഒരാളെ മനസ്സിലാക്കി തരണമെന്ന് വെച്ചാൽ അത് അനുഭവിച്ചാൽ തന്നെ സാധാരണഗതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ ശരിക്കും സാറിനെ പോലെയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ലോകത്ത് അങ്ങനെയുള്ളവർ വേണം എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഒരുപാട് മരുന്നുകൾ വാരി കഴിച്ച് വീണ്ടും വേറെ അസുഖങ്ങളിലേക്ക് പോയി അങ്ങനെ നമ്മൾ ഒരുപാട് കഷ്ടങ്ങളിലേക്ക് പോകുന്നതിനേക്കാളും ഇങ്ങനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്തും ഇത്രയും തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിൻ്റെ ഇടയിലും ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നൊക്കെ ഉള്ളത് ശരിക്കും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പം സാറ് ചെയ്യുന്നതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അർഹിക്കുന്ന വില ആരും കൽപ്പിക്കുന്നില്ല എന്നാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ മനസ്സിലാക്കിയിട്ടുള്ള നിറയെ ആൾക്കാരും ഉണ്ട്. സാറിൻ്റെ പേഷ്യൻസായിട്ട് നിറയെ പേര് ഇങ്ങനെ അതിൽ നിന്ന് അസുഖങ്ങളിൽ നിന്ന് റിക്കവറി ചെയ്ത് നല്ല രീതിയിൽ ആയിട്ട് സാറിൻ്റെ അടുത്ത് താങ്ക്സ് പറയുന്നതും അങ്ങനെയൊക്കെ എൻ്റെ അറിവിലുണ്ട്. അപ്പം എല്ലാം കൊണ്ടും സാറ് ചെയ്യുന്നത് സമൂഹത്തിന് ഒരുപാട് ഉപകാരമുള്ള ഒരു ജോലിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.